ജയിൽ നിറക്കൽ സമരത്തിന്റെ ഭാഗമായി സംയുക്ത കിസാൻ മോർച്ചയുടെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചു. സംയുക്ത കിസാൻ മോർച്ചയുടെയും കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെയും ആഹ്വാന പ്രകാരമായിരുന്നു സമരം. കിസാൻ സഭ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ഇ.പി. ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാം സ്വകാര്യവൽക്കരിക്കുകയാണ്, വൻകിടക്കാരെ കൈവശമെത്തിക്കുകയാണ്. ഇതിനെതിരായി പ്രതിഷേധം സംഘടിപ്പിക്കുന്നവർക്ക് നേരെ കടുത്ത ആക്രമണമാണ്. ഇത് ശക്തിപ്പെട്ടു വരികയാണ്. കേന്ദ്ര നിയമം പാസ്സാക്കുക. എങ്ങനെയാ പാസ്സാക്കിയത്? ഇന്ത്യൻ പാർലമെന്റിൽ വിശദമായി ചർച്ച ചെയ്തിട്ടാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ കാതലായ വിഷയമല്ലേ അത്? ഇന്ത്യൻ പാർലമെന്റിൽ ചർച്ച നടത്താതെ അത് എളുപ്പത്തിൽ പാസ്സാക്കിയെടുത്തു. ലേബർ കോഡ് ഉപയോഗിച്ചുകൊണ്ട് തൊഴിലാളികൾക്ക് നേരെയുള്ള ആക്രമണം. ഇത് അവിടെ മാത്രം നിൽക്കാൻ വേണ്ടി പോകുന്നില്ല. എല്ലാ സ്വകാര്യ മേഖലകളിലേക്കും ഇത് വ്യാപിക്കുകയാണ്. പൊതുമേഖലയെ ഇത് പൂർണ്ണമായും സ്വകാര്യവൽക്കരിക്കപ്പെടുകയാണ്. അവിടെയും തൊഴിലാളികൾക്ക് നേരെയുള്ള കടുത്ത നടപടികളിലേക്ക് പോവുകയാണ്. ഇങ്ങനെ വന്നാൽ എന്താകും സ്ഥിതി? ഇത് തൊഴിൽ മേഖലയിൽ പിരിച്ചുവിടുക, തൊഴിൽ സമയം വർദ്ധിപ്പിക്കുക, സ്ത്രീകൾക്ക് പ്രസവാനുകൂല്യം കൊടുക്കുന്നില്ല, രോഗം വന്നാൽ ചികിത്സക്ക് ആനുകൂല്യം കൊടുക്കുന്നില്ല. എന്തൊരു സ്ഥിതിയിലേക്കാണ് രാജ്യം ഇപ്പോൾ പോകുന്നത്? തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക, കർഷക തൊഴിലാളി ദ്രോഹനയങ്ങൾ ഉപേക്ഷിക്കുക, തൊഴിലുറപ്പ് പദ്ധതിക്ക് ആവശ്യമായ ഫണ്ട് അനുവദിക്കുക, വൈദ്യുതി ഭേദഗതി ബിൽ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് താവം ബാലകൃഷ്ണൻ അധ്യക്ഷനായി. CITU ജില്ലാ ജനറൽ സെക്രട്ടറി K. മനോഹരൻ, KC ഹരികൃഷ്ണൻ, CP മുരളി, MV ജയരാജൻ, M. പ്രകാശൻ, KK രാഗേഷ്, A. പ്രദീപൻ, M. ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉപരോധ സമരത്തെ തുടർന്ന് ഹെഡ് പോസ്റ്റ് ഓഫീസ് പ്രവർത്തനം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.